എല്ലാവർക്കും നമസ്തേ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം വീഡിയോ കാണണം കേട്ടോ, പ്ലീസ്. ഇന്ന് നമ്മുടെ വലിയ മീനൊക്കെ മുഴുവനായി തന്നെ മസാല പുരട്ടി വറുത്തെടുക്കുന്ന ഒരു രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പി നമുക്ക് കണ്ടു നോക്കാം. ആദ്യം തന്നെ മീനിനുള്ള മസാല നമുക്കൊന്ന് തയ്യാറാക്കിയെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, കൂടാതെ ഒരു 10 വലിയ ചെറിയ ഉള്ളി, 2 പഴുത്ത ടൊമാറ്റോ കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം. കൂടാതെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർക്കാം. ഒരു പേസ്റ്റാക്കി അരച്ചെടുക്കാനായിട്ട് വെള്ളം ആവശ്യമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഇതാ അരച്ചെടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ ഒന്ന് നോക്കാം. അല്പം ഉപ്പും കൂടി വേണം. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം. മസാല ഒന്ന് മിക്സാക്കി എടുക്കാം. ഇത്രയേ ഉള്ളൂ, മീനിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വൈറ്റ് സ്നാപ്പർ ഫിഷാണ് കേട്ടോ. നമ്മുടെ ദശകട്ടിയുള്ള മീനാണ്. 2 മീനാണ് എടുത്തിട്ടുള്ളത്. 2 കൂടി ഒരു 1 കിലോയുടെ മുകളിൽ വരും. നിങ്ങൾ എടുക്കുന്ന മീനിൻ്റെ വലിപ്പം അനുസരിച്ച് വേണം മസാല തയ്യാറാക്കിയെടുക്കാൻ കേട്ടോ. നന്നായി വരഞ്ഞെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല ഡീപ്പായിട്ട് തന്നെ വരഞ്ഞെടുക്കണം. വലിയ മീനൊക്കെ ആകുമ്പം ഉള്ളിലേക്ക് മസാലയൊക്കെ പിടിച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നല്ല ഡീപ്പായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി ഈ മസാലയൊക്കെ ഒന്ന് പുരട്ടിയെടുക്കാം. കൈകൊണ്ട് നന്നായിട്ട് മീനിലേക്ക് ഈ മസാല പിടിപ്പിച്ചെടുക്കണം. 2 വശവും മാരിനേറ്റ് ചെയ്തെടുക്കണം. നല്ല ഡീപ്പായിട്ട് തന്നെ ഞാൻ പറഞ്ഞതുപോലെ കട്ടാക്കണം. എന്താ കണ്ടില്ലേ? കാരണം വലിയ മീനൊക്കെ ആകുമ്പം ഉള്ളിലേക്ക് മസാലയൊക്കെ പിടിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ 2 വശവും ഞാൻ മസാല പുരട്ടിയെടുത്തിട്ടുണ്ട്. ഈ ബാക്കി വന്ന മസാല നമുക്ക് മാറ്റി വെക്കാം. കാരണം മീൻ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ലാസ്റ്റിൽ ഈ മസാല എണ്ണയിൽ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചിട്ട് മീനിൻ്റെ പുറത്തേക്ക് നമുക്കിത് പുരട്ടി കൊടുക്കണം. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇതിനി അടച്ച് ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതല്ലെങ്കിൽ ഒരു മണിക്കൂർ പുറത്ത് വെച്ചിരുന്നാലും മതി. അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്താണ്. മസാലയൊക്കെ അത്യാവശ്യം മീനിലേക്ക് പിടിച്ചിട്ടുണ്ട്. വലിയ മീനായതുകൊണ്ട് തന്നെ ഉരുളിയിലാണ് ഞാനിത് വറുത്തെടുക്കുന്നത്. ഉരുളിയിലേക്ക് വാഴയിലയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. വറുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. മീൻ ഇലയിലേക്ക് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ലോ ടു മീഡിയത്തിൽ വേണം വെക്കാനായിട്ട്, കാരണം കരിഞ്ഞു പോകരുത്. ഒരു വശം അത്യാവശ്യം മൂത്തതിന് ശേഷം വേണം മറുവശത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാൻ. ഈ വശവും പകുതി മൂപ്പായി കഴിഞ്ഞാൽ ഒരു 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. 2 വശവും നന്നായി മൂത്തിട്ടുണ്ട്. കൂടുതൽ ഫിഷ് ഡ്രൈ ആയി പോകാനായിട്ട് വെയിറ്റ് ചെയ്യരുത് കേട്ടോ. പുറം നന്നായിട്ട് മുരിഞ്ഞും അകം നല്ല സോഫ്റ്റായിട്ടും വേണം മീൻ ഇരിക്കാനായിട്ട്. നമുക്ക് മീൻ ഇനി സെർവ് ചെയ്തെടുക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്ത ശേഷം ബാക്കി വന്ന മസാല ഇതേ എണ്ണയിൽ ഒന്ന് വഴറ്റി ആ റോ ഫ്ലേവറൊക്കെ ഒന്ന് മാറിയതിന് ശേഷം മീനിലേക്ക് പുരട്ടി പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ആ ഒരു സെക്ഷൻ വീഡിയോ കിട്ടിയില്ല കേട്ടോ, കാരണം ക്യാമറ ഓഫായിരുന്നു. നിങ്ങൾക്ക് ആ ഒരു പ്രോസസ്സ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും വാഴയില വെച്ച ശേഷം വറുത്തെടുത്തത് കൊണ്ട് തന്നെ ആ ഇലയുടെ ഫ്ലേവറും പിന്നെ ആ മസാലയുടെ ഒരു ഫ്ലേവറും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ പൊരിച്ചത് തന്നെയാണിത്. നല്ല ദശക്കട്ടിയൊക്കെയുള്ള വലിയ മീനൊക്കെ നിങ്ങൾ പൊരിച്ചെടുക്കുമ്പം ഈ ഒരു രീതിയിൽ മുഴുവനായിട്ട് നിങ്ങൾക്ക് വറുത്തെടുക്കാം. നല്ലൊരു ഫ്ലേവറുള്ള മസാല തന്നെയാണിത്. ഞാനിനി മീനൊന്ന് മുറിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, അകത്ത് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ പുറം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നിങ്ങൾ മീനൊന്ന് ഫ്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഇപ്പോൾ തന്നെ മറക്കാതെ കമൻറ്റ് ബോക്സിലേക്ക് സ്ക്രോൾ ചെയ്ത് വന്ന് ഞങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ മടി കാണിക്കരുത്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു.
തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരാരെങ്കിലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ തീർച്ചയായും ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടണും ക്ലിക്ക് ചെയ്യുക. ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെയായി ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി വരും വരെ നന്ദി, ടാറ്റ, ഗുഡ് ബൈ.